സംസ്ഥാന രാഷ്ട്രീയത്തിൽ പലതരം വിവാദങ്ങൾ കത്തിനിൽക്കെ നിയമസഭാ സമ്മേളനം ഇന്ന് തുടങ്ങും. ലൈംഗിക ആരോപണങ്ങളിൽ ഉൾപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ എത്തുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. രാഹുൽ വന്നാൽ നേരത്തെ PV അൻവർ ഇരുന്ന പ്രത്യേക ബ്ലോക്കിലായിരിക്കും ഇരിപ്പിടം. സർക്കാരിനെതിരെ നിരവധി ആയുധങ്ങളാണ് ഉള്ളതെങ്കിലും രാഹുൽ വിവാദത്തിൽ പ്രതിപക്ഷം പ്രതിരോധത്തിലാണ്. പോലീസ് അതിക്രമങ്ങളുടെ പരമ്പരയാണ് നിയമസഭാ സമ്മേളനകാലത്തെ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട തലവേദന. ഭരണപക്ഷത്തെ നേരിടാൻ ആവനാഴിയിൽ അനവധി ആയുധങ്ങളുമായി എത്തുന്ന പ്രതിപക്ഷത്തെയാണ് സമീപകാല സഭാ സമ്മേളനങ്ങളിലെല്ലാം രാഷ്ട്രീയ കേരളം കണ്ടത്. ഇത്തവണയും വിവാദ വിഷയങ്ങൾ അനേകമുണ്ട്. ഒപ്പം നിലമ്പൂർ പിടിച്ചതിന്റെ ആവേശവും. എന്നാൽ സഭയിലും പുറത്തും ആളിക്കത്തിയിരുന്ന യുവ MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക ആരോപണ കുരുക്കിൽപ്പെട്ടത് പ്രതിപക്ഷത്തെ വല്ലാതെ ഉലയ്ക്കുന്നുണ്ട്. രാഹുലിനെ സസ്പെൻഡ് ചെയ്ത് മുഖം രക്ഷിക്കാൻ ശ്രമമുണ്ടായെങ്കിലും നടപടി കോൺഗ്രസിൽ ഉണ്ടാക്കിയത് അസാധാരണ പ്രതിസന്ധിയാണ്. നടപടിയിൽ പ്രതിപക്ഷ നേതാവ് ഉറച്ചു നിൽക്കുമ്പോൾ തിരികെ കൊണ്ടുവരണമെന്ന നിലപാടിലാണ് A ഗ്രൂപ്പും മറ്റൊരു വിഭാഗം നേതാക്കളും. അതേസമയം 12 ദിവസത്തേക്ക് ചേരുന്ന സഭാ സമ്മേളന കാലയളവിൽ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ എത്തുമോ എന്നതാണ് പ്രധാന ആകാംക്ഷ. പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കി പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. രാഹുൽ വന്നാൽ പ്രത്യേക ബ്ലോക്കിലായിരിക്കും ഇരിക്കുക. രാഹുൽ വന്നാൽ ഭരണനിര എന്തു ചെയ്യുമെന്നതും പ്രതിഷേധമുണ്ടായാൽ കോൺഗ്രസ് കവചമൊരുക്കുമോ എന്നതും ആകാംക്ഷയാണ്. ഭരണപക്ഷത്ത് മുകേഷും ശശീന്ദ്രനും ഉള്ളപ്പോൾ ഒരു പരിധിക്കപ്പുറം കടന്നാക്രമണത്തിന് ഭരണപക്ഷത്തിനും പരിമിതിയുണ്ട്. പോലീസ് അതിക്രമങ്ങളും മുഖ്യമന്ത്രിയുടെ മൗനവും ആദ്യ ദിനം മുതൽ സഭയിൽ ആഞ്ഞു പിടിക്കാനാണ് പ്രതിപക്ഷ ശ്രമം. അതിക്രമങ്ങളിൽ മുഖ്യമന്ത്രി മൗനം വെടിയുന്നതും സഭയിലായിരിക്കും. അയ്യപ്പ സംഗമം തൃശൂരിൽ CPM-നെ പിടിച്ചുള്ളിച്ച ശബ്ദരേഖയും ചൂടേറിയ ചർച്ചയ്ക്ക് ഇടയാക്കും. ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ അതിവേഗം ഉത്തരവിടാനുള്ള നിയമ ഭേദഗതി അടക്കമുള്ള ബില്ലുകളും സഭയിലെത്തും. ജനം, തിരുവനന്തപുരം.